റിനിയെ കോൺഗ്രസ്സുകാരെ അടിച്ചോടിക്കണ സീനാ കണ്ടത്. കൂവി കൂവി ഓടിച്ചു വിട്ട്. എന്റെ പൊന്നെ, എന്തിനാണ് ഒരു എളുപ്പമില്ലാതെ അവിടൊക്കെ കയറി ചെന്നത്? തൊട്ടപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നാ ഒരു തിരക്കായിരുന്നു എന്നറിയോ? സത്യപ്രതിജ്ഞാ ദിനത്തിൽ നടന്ന വീഡിയോ ആണ്. എന്റെ പൊന്നുമക്കളെ, റിനി കണ്ടം വഴി ഓടി എന്ന് പറയേണ്ടി വരും. ഒരു യുവ നേതാവ്, വളർന്നു വരുന്ന ഒരു യുവ നേതാവിന്റെ ലൈഫ് കുട്ടിച്ചോറാക്കിയ ഒരു വ്യക്തിയാണ് റിനി. അന്ന് കൊടുത്ത ആ ഇന്റർവ്യൂവിന്റെ പിറകിലൂടെയാണ് ബാക്കിയുള്ള കളികളൊക്കെ നടന്നിട്ടുള്ളത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ച ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം ആളുകളിൽ ഒരാളാണ് ഇവര്. ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ, അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഇവര്. ഒരു ആവശ്യവും ഇല്ലാതെ, ഇവർക്ക് ഒരു പരാതി പോലും ഇല്ലാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂ വഴി അദ്ദേഹത്തിനെ അവഹേളിച്ചു. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ MLA പദവി നഷ്ടപ്പെടുകയാണ്. പിന്നീട് അദ്ദേഹം മത്സരിച്ചിട്ടില്ല. അയാൾ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാലക്കാട് സിമ്പിളായിട്ട് തൂത്തുവാരുന്നുള്ള കാര്യം തർക്കമൊന്നും വേണ്ട. അത്രമാത്രം ജനപ്രിയനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുത്ത ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. അതായത് മറ്റൊരു ഭർത്താവ് നിലനിൽക്കെ അയാളെ ചതിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ അങ്ങ് കറങ്ങാൻ പോയി. ആ ബന്ധത്തിൽ ഉണ്ടായ ചെറിയ വിള്ളലുകൾ നികത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുന്നു. പൂർണ്ണമായിട്ടും ആ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് തെറ്റുകാരൻ എന്ന രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ സമൂഹത്തിന്റെ മുന്നിലും സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങൾ വഴി, മറ്റുള്ള വാർത്താ മാധ്യമങ്ങൾ വഴി അദ്ദേഹത്തിനെ തകർക്കാൻ ശ്രമിക്കുന്നു. അവരതിൽ പകുതി വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു വിടുകയാണ്. കോടതി ജാമ്യം കൊടുക്കുമ്പോൾ കൃത്യമായ ഡാറ്റ, തെളിവുകൾ അദ്ദേഹം ഹാജരാക്കിയിരുന്നു എന്നുള്ളതാണ്. ഇവിടെ തെറ്റുകാരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല എന്ന് പറയേണ്ടി വരും. സ്വന്തം ഭർത്താവിനെ ചതിച്ച് മറ്റൊരാളുടെ കൂടെ നടക്കുന്ന ഏതൊരു വ്യക്തിയും ചെയ്യുന്നത് ഉളത്തരമാണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ എല്ലാ വീഡിയോയിലും വ്യക്തമായിട്ട് അന്ന് പറഞ്ഞിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലെ മാത്രം തെറ്റുകാരനായിട്ട് കാണാൻ കഴിയില്ല എന്നുള്ളത്. ഓക്കെ, അതവിടെ ഇപ്പൊ ചാപ്റ്റർ ക്ലോസ് ചെയ്ത വിഷയമാണല്ലോ, അവിടെ നിൽക്കട്ടെ. പക്ഷെ റിനിയാണ് ആവശ്യമില്ലാതെ ഹൂ കേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ഹിൻഡാക്കി ഇട്ടുകൊടുത്ത് സമൂഹത്തിന്റെ മുന്നിലേക്ക് വലിച്ചു കീറാൻ ഇട്ടുകൊടുത്തത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കരിയർ ഇല്ലാണ്ടാക്കാനുള്ള ശ്രമം നടത്തിയത് അവരാണ്. അല്ലെങ്കിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു MLAയോ ഒരു മന്ത്രിയോ ആവേണ്ട ഒരു മനുഷ്യൻ തന്നെയായിരുന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. നിയമസഭയിൽ അദ്ദേഹം ഒരു മന്ത്രിയായിട്ട് തീർച്ചയായിട്ടും കയറും എന്നുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതാണ് ഒറ്റയടിക്ക് തകർത്ത് ഇല്ലാണ്ടാക്കിയത് എന്നുള്ളതാണ്. ഒരു കൂട്ടം ആളുകൾ, കോൺഗ്രസിൽ നിന്നുള്ള ആളുകളും അദ്ദേഹത്തിനെ ചവിട്ടി താഴ്ത്താൻ വേണ്ടിയിട്ട് ഇവരെ ഉപയോഗിച്ചതാണ് എന്ന കാര്യം ഇപ്പോഴും ഊന്നി പറയുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ്കാർ തന്നെ റിനിയെ ആട്ടി ഓടിക്കുന്ന ദൃശ്യമാണ്. കൺകുളിർക്കെ കാണൂ. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന പോലെ അദ്ദേഹം നിലപാടുകളുടെ രാജാവ്. പിന്നെ എനിക്ക് പേഴ്സണലി വളരെ സന്തോഷമുണ്ട്. കാരണം VD സതീശൻ സാറ് എന്റെ MLA കൂടിയാണ്. ഞാൻ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു ആളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായത് എന്നുള്ളതിൽ വലിയൊരു സന്തോഷം. അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ജനങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വലിയൊരു എക്സ്പെക്ടേഷനിലൂടെ ജനങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് മുഖ്യമന്ത്രിയാക്കിയെന്ന് പറയാവുന്ന പോലെ ഒരു ഇതിലാണ് നമ്മൾ മുഖ്യമന്ത്രിയായത്. അപ്പോൾ അതിനനുസരിച്ച്, ആ എക്സ്പെക്ടേഷൻ അനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കും. അതിനനുസരിച്ച് തന്നെ അദ്ദേഹം ഉയരും എന്ന് ഉറപ്പിച്ചെനിക്ക്. അപ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷത്തെ ഉൾക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ വിമർശനങ്ങളെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നല്ലൊരു ഭരണം കാഴ്ചവെക്കും. ഒരു നാണുമില്ലെന്നാ ചോദിക്കുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ചീത്തപ്പേരുണ്ടാക്കാൻ ഏറ്റവും മുന്നിൽ നിന്ന വ്യക്തി തന്നെയാണ് ഈ പറയുന്ന റനി അല്ലെ. ഈ റനിയെ പോലെയുള്ള ആളുകൾ കാരണം ഒരുപാട് നാണക്കേട് ഉണ്ടായിട്ടുണ്ട്. പാലക്കാട് നിന്നും MLA ആയി ജയിച്ച് ഒരു മന്ത്രി ആവേണ്ട മനുഷ്യന്റെ കരിയർ പോലും ഇല്ലാണ്ടാക്കാൻ തുടക്കക്കാരിയാണ് റനി. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലുള്ള എല്ലാവർക്കും റനിയോട് ഭയങ്കരമായിട്ടുള്ള ഒരു വിദ്വേഷമുണ്ട്. അതേപോലെ മറ്റൊരു ചാച്ചിയും കൂടിയുണ്ട്, പേരൊന്നും ഞാൻ ഇനി പറയുന്നില്ല. അവര് നിരന്തരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അവഹേളിച്ചതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടതാണ്. നമ്മളെ പുട്ടി മേഡം എന്നൊക്കെയാണ് ആളെ വിളിക്കുന്നത്. പുട്ടി ഇട്ടിട്ടാണ് ചാച്ചി വന്നിരുന്നത്. അവരും ഇപ്പൊ അടങ്ങി. പക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ചെറിയ രീതിയിലുള്ള ഒരു ചീത്തപ്പേര് ഉണ്ടാക്കാൻ അവരെ പോലെയുള്ള ആളുകൾക്ക് കഴിഞ്ഞു എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഇപ്പോഴത്തെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഷ്ട്രീയ കരിയർ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ച റിനിക്കെതിരെയാണ് ജനരോക്ഷം. കോൺഗ്രസിലെ എല്ലാവരും പൂക്കുന്നടു കണ്ടു നോക്കിയിട്ടാ. കുറെ ചേച്ചിമാരൊക്കെ ഉണ്ട്. ഈ കൂവലിനോട് എന്താ പ്രതികരണം? കാര്യമില്ല.
ആ ഞാനിവിടെ ഉണ്ട്. കൃഷി എടുക്കാൻ ആള് കൂടിയാണ്. ഞാനങ്ങോട്ട് നേരിട്ട് വിളിക്കാം. വേൽത്താളില്ല. അയ്യയ്യേ, ഇത് നാണക്കേട്, ഇത് മാനക്കേട്. ശരിക്ക് കലിപ്പാട്ടോ, എല്ലാവർക്കും കലിപ്പ് തോന്നിയിട്ടുണ്ട്. ചേച്ചിമാരുണ്ട്, അതിലുള്ള ഒരുപാട് പ്രവർത്തകരുണ്ട്. ഒരു മനുഷ്യന്റെ ലൈഫ് ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചതിനുള്ള നല്ല എട്ടിന്റെ പണിയാണ്. നിന്റെ വോട്ട് കൊണ്ട് ജയിച്ചു എന്ന് പറയാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഒരുപക്ഷെ ഞാൻ ക്രെഡിറ്റും തട്ടിയെടുക്കാനാണോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇങ്ങനെ നശിപ്പിക്കാൻ കൂട്ടുനിന്ന മറ്റൊരു വ്യക്തി ഉണ്ടാവില്ല അല്ലേ. ഇവരിൽ നിന്നാണ് തുടക്കം. പിന്നീട് അദ്ദേഹത്തിന്റെ MLA സ്ഥാനം വരെ നഷ്ടപ്പെടുന്നു. എന്നിട്ടും അദ്ദേഹം ഒരു സാധാരണ കോൺഗ്രസ്സുകാരനായിട്ട് ആൾക്കൂട്ടത്തിനിടയിൽ ആ കസേരയിൽ ഇരിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ തന്നെ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ മരണം വരെ കോൺഗ്രസ്സുകാരനായിരിക്കും, പാർട്ടി എന്നെ മാറ്റി നിർത്തിയാലും കോൺഗ്രസിന് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ ഞാൻ തയ്യാറായിരിക്കുമെന്ന് വ്യക്തമായി പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഇനി ആ ഒരു കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ കേസിൽ ഒരു പോസിറ്റീവായിട്ടുള്ള വിധി വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരാളെയും ചതിക്കാൻ പാടില്ല. ഒരു പുരുഷനെ ചതിച്ച് മറ്റൊരു പുരുഷന്റെ കൂടെ പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ ഇരയാക്കപ്പെട്ട ആളുണ്ടല്ലോ, അവർ ചെയ്ത തെറ്റിനെ നമുക്ക് ന്യായീകരിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് ആണ് ചതിക്കപ്പെടുമ്പോഴോ ആണ് കരയുമ്പോഴോ ആർക്കും ഒരു വിഷമമില്ലാത്തതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ജയരവിയുടെ വിഷയം അങ്ങനെയൊക്കെ തന്നെയല്ലേ. അയാൾ കരയുന്നു, അയാൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നു, ആർക്കും ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും സന്തോഷം മാത്രമല്ലേ. അത് അത്ര നല്ലൊരു പ്രവണത ഒന്നല്ല. എന്തായാലും റിനിക്ക് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ആ അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. അവരിങ്ങനെ വന്നിട്ട് ആളുകളുടെ മുന്നിൽ നിന്ന് പൂക്കുവിളി കേട്ട് സഹിക്കാൻ പറ്റാതെ തിരിച്ച് ഓടേണ്ട ഒരു അവസ്ഥ വരിക അത്ഭുതകരമാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. സ്വന്തം തോളത്തിരുന്ന് ചെവി തിന്നുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. അത് നിയമത്തിന്റെ മുന്നിലായിരിക്കണം. അല്ലാതെ ജനങ്ങള് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി അവരല്ല അത് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇനി ഒരുപാട് വീഡിയോസ് ലീഗ് പ്രവർത്തകരുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും LDF പ്രവർത്തകരുടെയും BJP പ്രവർത്തകരുടെയും ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞ കുറച്ച് സംഭവങ്ങൾ കൈ കിട്ടിയിട്ടുണ്ട്. സത്യം പറയുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ നെഞ്ചിലേറ്റുന്ന പല രാഷ്ട്രീയ നേതാക്കന്മാരുടെ നിലപാടുകളുണ്ടല്ലോ, അപകടകരമായ ഒരുപാട് നിലപാടുകളുണ്ട്. അതെന്തായാലും ഒറ്റയടിക്ക് ഞാൻ വിടുന്നില്ല, അത് കയ്യിലിരിക്കട്ടെ. കാരണം ചില സമയങ്ങളിൽ നമുക്കത് പുറത്ത് വിടേണ്ടി വരും. അതിനുവേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ലീഗിൽ നിന്നുള്ള മന്ത്രിമാരുണ്ട്, UDF എന്നുള്ള മന്ത്രിമാരുണ്ട്. ഇതിൽ പല ആളുകളും പലപ്പോഴും പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റുകളുണ്ട്, അപകടം നിറഞ്ഞ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകളുണ്ട്. എന്റെ എല്ലാ വീഡിയോസും പരിശോധിച്ചാൽ മനസ്സിലാവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇപ്പൊ LDF നല്ലത് ചെയ്താൽ അത് നല്ലതെന്ന് പറയും, UDF നല്ലത് ചെയ്താൽ അത് നല്ലതെന്ന് പറയും. രണ്ടുപേരും ആരെങ്കിലും തെറ്റ് ചെയ്താൽ ഉളത്തരം കാണിച്ചാലും ചൂണ്ടിക്കാണിക്കാറുണ്ട്. അത് നമ്മുടെ ഒരു സ്റ്റൈലാണ്. ഇപ്പൊ ഇത്രയും നാൾ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ വ്യക്തമായിട്ട് മനസ്സിലാവും, നമ്മൾ നേരിന്റെ കൂടെ മാത്രമേ ഇത്രയും നാൾ നിന്നിട്ടുള്ളൂ. കുറെ കാര്യങ്ങൾ മൂടി വെക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ആവശ്യം വരുമ്പോൾ പുറത്ത് വിടും എന്നുള്ളതാണ്. ഇപ്പൊ KSRTC ബസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കുറച്ചും കൂടി പഠനം നടത്താനുണ്ട്. ഇന്ന ബസ്സുകളിൽ അത് ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. VD സതീശൻ തന്നെ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. പെട്രോളിന്റെ അധിക നികുതി ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. വരും ദിവസങ്ങളിൽ LDF സർക്കാർ ചെയ്തതിനേക്കാൾ നല്ല രീതിയിൽ UDF പ്രവർത്തിക്കുമോ, അതിന് താഴോട്ട് പോകുമോ എന്ന് നമ്മൾ നോക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ പച്ചക്ക് വിളിച്ചു പറയും കേട്ടോ. അതൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ കാണാം. അത് കണ്ടുകൊണ്ട് നമ്മളോട് ആർക്കും ദേഷ്യം തോന്നേണ്ട കാര്യമില്ല. കാരണം ജനാധിപത്യ രാജ്യത്ത് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട ഇടങ്ങളിൽ പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് വലിയ ചതിയായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ ഒരുപാട് ആളുകൾ UDFനെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ മന്ത്രിസഭയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഭരണം തുടങ്ങിയിട്ടില്ല. ഭരണം തുടങ്ങട്ടെ, അതിമനോഹരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പക്ഷെ ജനാധിപത്യ രാജ്യമാണ്, തെറ്റുകൾ പറ്റും, ചൂണ്ടിക്കാണിക്കും. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.